SSLC പബ്ലിക് എക്സാമിന് ഇനി വെറും 7 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മോഡൽ എക്സാമിന്റെ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പലർക്കും വിചാരിച്ചത്ര മാർക്കൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് SSLCയിൽ തീർച്ചയായിട്ടും ഫുൾ A+ വാങ്ങാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതല്ല നിങ്ങൾ മറിച്ച് എനിക്കിനി വയ്യ, എനിക്ക് എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, ആ രീതിയിൽ ഡീമോട്ടിവേറ്റ് ആയി പോവുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, SSLCക്ക് ശേഷം ഇനി എന്ത് എന്നുള്ളത്. SSLCയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും, SSLC പഠിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും, +1 എനിക്ക് ആ സ്കൂളിൽ പോയി പഠിക്കണം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കണം, എനിക്ക് ആ സബ്ജക്റ്റ് പഠിക്കണം എന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. എല്ലാവർക്കും അത് സാധ്യമാകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? പലർക്കും ആ ഒരു SSLCയുടെ ഫൈനൽ ലാപ്പിലെത്തുമ്പോൾ പലർക്കും അടിവതറുന്നു, പലരും ഫോക്കസ് നഷ്ടപ്പെടുന്നു, പലരുടെയും ടെൻഷൻ വർദ്ധിക്കുന്നു, അതുവഴി അവരുടെ മാർക്കിനെ അത് ബാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്, SSLCയിൽ ഫുൾ A+ വാങ്ങിക്കേണ്ടത്. അതോടൊപ്പം തന്നെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസിന്റെ മുഖത്തുണ്ടാവുന്ന ഒരു പുഞ്ചിരിയുണ്ട് അല്ലെ, എല്ലാ സബ്ജക്റ്റിലും A+ എന്നിങ്ങനെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു പുഞ്ചിരി, അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ്സാക്കി കളയരുത്. അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പഠിക്കുക, അവരുടെ പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക മക്കളെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, മാക്സിമം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ വരുന്ന SSLC എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ സെറ്റാകും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.